പെട്ടെന്ന് തുടങ്ങിയ തിരുനാവ യാത്രയുടെ വീഡിയോയാണിത്. അതും കുംഭമേള അവസാനിക്കുന്നതിൻ്റെ തലേദിവസം. നിളാരതി കാണാൻ പറ്റുമെന്നോ അതിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റുമെന്നോ എന്നൊന്നും അറിയാതെ രാത്രി 9 മണിക്ക് യാത്ര തുടങ്ങി. കൂടൽമാണിക്യം സംഗമേശൻ്റെ നിർമ്മാല്യ ദർശനത്തോടുകൂടി യാത്ര ട്രാക്കിലായി. അടുത്തത് പോയത് തൃപ്രയാർ ദേവരെ കാണാനായിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ ഭഗവാന്റെ പ്രഭാത ശിവേലിക്ക് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളി ദർശനം നൽകി. സുഹൃതം അല്ലാതെ എന്തു പറയാൻ. ദർശനമൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടയിലുള്ള നമ്പീശൻസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് പ്രാതൽ കഴിച്ചു. കിടിലമായിരുന്നു. മസാല ദോശയും വടയും കിടിലം. അവിടെ നിന്ന് നേരെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉത്രാളിയിലേക്ക് എത്തിയപ്പോൾ നട അടച്ചിരുന്നു. എങ്കിലും തൊഴുതു, ചിത്രങ്ങളും പകർത്തി. അരമണിക്കൂറിൽ കൂടുതൽ അവിടെ ചിലവഴിച്ചതിന് ശേഷം നേരെ തിരുനാവായിലേക്ക്. 3 കിലോമീറ്റർ ഇപ്പുറം വണ്ടിയിട്ട് കാൽനടയായി മണപ്പുറത്തെത്തിയപ്പോൾ സമയം 1 മണി. അപ്പോൾ വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടില്ലെങ്കിലും സമയം പോകും തോറും തിരക്ക് കൂടിക്കൂടി വന്നു. ആ തിരക്ക് കൂടുന്നത് കാണാൻ നിൽക്കാതെ വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ അവിടെ എല്ലാ വീടുകളിലും വരുന്നവർക്കായി ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് നേരെ മണപ്പുറത്തെത്തിയപ്പോൾ ജനസാഗരം. നിളാരതി അടുത്ത് നിന്ന് പോയിട്ട് ദൂരെ നിന്ന് പോലും കാണാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. എങ്കിലും നിളാരതി നടക്കുന്നിടത്തേക്ക് വെച്ചു പിടിച്ചു. നിളാരതി നടക്കുന്ന സ്ഥലത്ത് നിന്ന് 200 മീറ്റർ അകലെ നിന്ന് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒന്നും നോക്കിയില്ല, പുഴയിൽ ചാടി നീന്തി നിളാരതി നടക്കുന്ന സ്ഥലത്തിന് നേരെ മുൻപിലെത്തി. അവിടെ നിന്ന് നല്ല സുഖമായി നിളാരതി കണ്ടു. ആ ഭക്തിപരമായ അന്തരീക്ഷത്തിൽ മനസ്സലിഞ്ഞു ചേർന്നു. സർവം ശിവമയം. പുതിയ വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ.